മലയാളത്തിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ച നടിയാണ് ഗീത. 80കളിൽ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഗീത. പഞ്ചാഗ്നി എന്ന സിനിമയിലെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സുഗമോദേവി, ക്ഷമിച്ചു എന്നൊരു വാക്ക്, ആവനാഴി, ഗീതം, ഒരു വടക്കൻ വീരഗാഥ, വാത്സല്യം തുടങ്ങിയ സിനിമകൾ ഗീതയെ മലയാളികൾക്ക് പ്രിയങ്കരിയാക്കി. ഒരു വടക്കൻ വീരഗാഥയിലെ പ്രകടനം മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം ഗീതയ്ക്ക് നേടിക്കൊടുത്തു. മലയാളത്തിലെ ഗീതയുടെ ശ്രദ്ധേയ സിനിമകളിൽ ഭൂരിഭാഗവും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പമായിരുന്നു. 80കളിൽ തിളങ്ങി നിന്ന ശോഭന, ഉർവശി തുടങ്ങിയ നടിമാരെല്ലാം ഇന്നും ശ്രദ്ധേയ സിനിമകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഗീതയ്ക്ക് നായിക നിരയിൽ നിന്നും മാറിയ ശേഷം മികച്ച കഥാപാത്രങ്ങൾ അധികം ലഭിച്ചിട്ടില്ല. ഗീതയെയും മമ്മൂട്ടിയെയും കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ നടി ശാന്താകുമാരി. ആവനാഴി എന്ന സിനിമ ചെയ്തപ്പോഴുള്ള ഓർമ്മകളാണ് ശാന്താകുമാരി പങ്കുവച്ചത്. കാലിൽ പഴുപ്പ് വെച്ച് കിട്ടി ചങ്ങലക്കിട്ട സീൻ. ഗീത അന്ന് അഭിനയിക്കാൻ ആദ്യമായി വരികയാണ്. അവരെ പുറത്തെങ്ങാനും കൊണ്ടിരുത്ത്, അവരുടെ കാല് പഴുത്ത് നാറിയിരിക്കുകയല്ലേ, വൃത്തികേടെന്ന് പറഞ്ഞു. എന്നെ അറിയില്ല, എനിക്ക് ഗീതയെയും അറിയില്ല. മമ്മൂട്ടിക്ക് ദേഷ്യം വന്നു. എന്താ പറയുന്നേ, അവർ ആർട്ടിസ്റ്റല്ലേ, നിങ്ങൾ പോയി പുറത്ത് നിൽക്കൂ എന്നു പറഞ്ഞു. ഒച്ചപ്പാടും ബഹളവും അതവിടെ ഭയങ്കര സീനാക്കി. പുള്ളിക്കാരൻ ചീത്ത പറഞ്ഞ് എന്തൊക്കെയോ ഭയങ്കര ബഹളമുണ്ടാക്കി. തൻ്റെ കാലിൽ മേക്കപ്പ് ആയിരുന്നെന്ന് ഗീതയ്ക്ക് മനസ്സിലായില്ലെന്നും ശാന്താകുമാരി ഓർത്തു. ചോയ്സ് നെറ്റ്വർക്കിൽ സംസാരിക്കുകയായിരുന്നു നടി. തിലകൻ ചേട്ടനും രാജംബി ദേവും ഒന്നും ഉയരമില്ലാത്തതിനാൽ അവരുടെ ഭാര്യയായി എന്നെ അഭിനയിപ്പിക്കില്ലായിരുന്നു. 1-2 പടങ്ങളിൽ നിന്നും കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പൊക്കമില്ലാത്തത് കൊണ്ടാണ് ആ അവസരങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടതെന്നും ശാന്താകുമാരി വ്യക്തമാക്കി. വേലക്കാരിയും അമ്മയുമായാണ് മിക്ക സിനിമകളിലും അഭിനയിച്ചതെന്നും നടി പറയുന്നു. 700 സിനിമകളോളം താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും ശാന്താകുമാരി പറഞ്ഞു. സിനിമകളിൽ നിന്ന് ശാന്താകുമാരിയെ കാണാറില്ല, അവസരങ്ങളില്ലായതായെന്ന് നടി പറയുന്നു. മമ്മൂട്ടിയെക്കുറിച്ച് ശാന്താകുമാരി പറഞ്ഞ വാക്കുകൾ ഇതിനോടകം ചർച്ചയാകുന്നുണ്ട്. സഹപ്രവർത്തകരിൽ പലരും മമ്മൂട്ടിയുടെ നല്ല മനസ്സിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പുറമേക്ക് ദേഷ്യക്കാരനാണെങ്കിലും നല്ല വ്യക്തിയാണ് മമ്മൂട്ടിയെന്നാണ് മിക്കവരും പറയാറുള്ളത്.